ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം കേട്ടോ. അങ്ങനെ ബാലനോടാണെങ്കിൽ മിത്ര പറയുന്നുണ്ട്, അങ്കിളെ ഈ പ്രശ്നത്തിൻ്റെ പേരിൽ അപ്പച്ചിനെ വഴക്കൊന്നും പറയില്ല അങ്കിളെ, ആ ഒരു സാഹചര്യത്തിൽ അപ്പച്ചി അങ്ങനെ ചെയ്തു പോയതാണ്. എനിക്ക് മനസ്സിൽ ഈ വിഷമം അടക്കി വെക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ അങ്കിളിനോട് തുറന്നു പറഞ്ഞത്, തെറ്റെല്ലാം ചെയ്തത് ഞാനാ അങ്കിളെ എന്ന് പറയുമ്പോഴേക്കും ബാലൻ പറയണ്ട, മോൾ എന്ത് തെറ്റ് ചെയ്തെന്നാണ് പറയണത്? മോൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. മോള് മാത്രമല്ല, ആര്യനും മീനാക്ഷിയും ഒന്നും ഒരു തെറ്റ് ചെയ്തിട്ടില്ല. പക്ഷെ എന്നോട് ചതി കാണിച്ചത് അവളാ, ഗോമതി. അങ്കിളെ അങ്ങനെ പറയില്ല അങ്കിളെ, എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ലെന്ന് മിത്ര പറയുമ്പോൾ, മോളെ ഞാനൊരു കാര്യം പറയട്ടെ, ഗോമതീന ഇപ്പോൾ ഈ നിമിഷം വരെ ഞാൻ മനസ്സിലിട്ടുകൊണ്ട് നടന്നതാണ്. എൻ്റെ ജീവിതവും ജീവനൊക്കെ അവളായിരുന്നു. ഞാൻ എന്നെക്കാളും ഇമ്പോർട്ടൻസ്, എൻ്റെ ലൈഫിനേക്കാളും ജീവിതത്തിനേക്കാളും വളരെയധികം വാല്യൂ കൊടുത്തത് അവൾക്കായിരുന്നു. പക്ഷെ അവൾ എന്നോട് ഈ ഒരു ചതി ചെയ്തെന്ന് ഞാൻ ഒരിക്കലും എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല മോളെ. അങ്കിളിത് ചതിയായിട്ടൊന്നും അങ്കിൾ കാണല്ലേ, മതി മോളെ, ഇനി എന്ത് വേണമെന്നുള്ളത് ഞാൻ തീരുമാനിക്കാം. അതെ, ദൈവമംഗലത്തിൽ എല്ലാവരും നമ്മളെ കാത്തിരിക്കുന്നുണ്ടാവും, വാ എന്ന് പറഞ്ഞിട്ട് മിത്രനെയും കൂട്ടിക്കൊണ്ട് പോകാൻ വേണ്ടി ഇരിക്കുകയാണ്. പോകുക കേട്ടോ. ആ സമയത്ത് നമ്മുടെ ഗോമതിനെ മിത്രനെ കാണാനില്ലെന്ന് ആലോചിച്ച് ആകെ വിഷമിച്ചിരിക്കുകയായിരിക്കും കേട്ടോ. അവിടേക്ക് നമ്മുടെ അപ്പോഴാണ് നമ്മുടെ ആര്യനും ആനന്ദും ധർമ്മനും ആകാശും കൂടിയിട്ട് മിത്രനെ അന്വേഷിച്ച് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്താണ് ബാലൻ മിത്രനെ കൂട്ടിക്കൊണ്ട് വരുന്നതല്ല. നിങ്ങളൊക്കെ എങ്ങോട്ട് പോവാ എന്ന് ബാലൻ ചോദിക്കുമ്പോൾ, മിത്രനെ അന്വേഷിച്ച് ഇറങ്ങിയതാണോ? അവൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. നിങ്ങളെല്ലാവരും അകത്തേക്ക് വാ, കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്ന് പറയാണ്. അങ്ങനെ അകത്തേക്ക് കയറുന്നുണ്ട്. അകത്തേക്ക് കയറുമ്പോഴേക്കും മിത്രനെ അന്വേഷിച്ച് നോക്കൊന്നും വേണ്ടട്ടോ, മിത്ര ഇത്രയും നേരം എൻ്റെ കൂടെയാണ്, ഞങ്ങളൊന്ന് പുറത്തൊക്കെ ഒന്ന് പോയിട്ട് സംസാരിക്കാൻ വേണ്ടി പോയതാണ് എന്ന് പറയാണ്. അതെ ആര്യ, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്, നീ ഒന്ന് റൂമിലേക്ക് വാ എന്ന് പറഞ്ഞിട്ട് ആര്യനെ മാത്രം റൂമിലേക്ക് വിളിച്ചുകൊണ്ട് പോവാണ് ബാലൻ. ബാക്കി എല്ലാവരും അവിടെ തന്നെ ഹോളിൽ തന്നെ നിൽക്കുക കേട്ടോ. ആ സമയത്ത് ബാലൻ ആ റൂമിലെത്തിയതിനു ശേഷം വാതിൽ പതുക്കെ ഒന്ന് ചാരുന്നുണ്ട്. എന്നിട്ട് പെട്ടെന്ന് തന്നെ ആര്യൻ്റെ മുഖത്തേക്ക് നോക്കാണ്. എന്താ അച്ഛാ, എന്താ എന്ന് ചോദിക്കുമ്പോഴേക്കും ആര്യനെ കെട്ടിപ്പിടിച്ച് കരയാട്ടോ ബാലൻ. മോനെ, എന്നോട് മാപ്പാക്കണം മോനെ, ഞാൻ നിന്നെ അറിഞ്ഞില്ലല്ലോടാ, നീ ഇത്രയും വലിയൊരു മനസ്സിൻ്റെ ഉടമയാണ്, നിന്നെ അറിഞ്ഞില്ലല്ലോടാ. ഇത്രയും നാൾ ഞാൻ ഇതുവരെ ഞാൻ നിന്നെ മകനായിട്ട് അംഗീകരിച്ചിട്ട് പോലുമില്ല. പക്ഷേ ഇപ്പം ഞാൻ പറയുന്നു, ഈ ബാലനേക്കാളും എത്രയോ മോളിലാണ് നീ. ഒരു 100 ബാലനെ വേണമെങ്കിൽ ആൾക്കാർക്ക് ആവാൻ പറ്റും, പക്ഷെ നിന്നെ പോലെ ഒരിക്കലും ആർക്കും ആവാൻ പറ്റില്ലടാ. നീ വലിയൊരു മനസ്സിൻ്റെ ഉടമയാടാ എന്ന് പറയാണ്. എനിക്ക് എല്ലാം മനസ്സിലായി, നിന്നെ കള്ളനെന്ന് ഞാൻ പോലും വിളിച്ചില്ലേ, മിത്രക്ക് നീ ഒരു ജീവിതം കൊടുത്തില്ലേ, സ്വർണ്ണക്കള്ളനെന്ന് എല്ലാവരും നിന്നെ വിളിച്ചപ്പോഴും നിൻ്റെ ഭാര്യയുടെ അഭിമാനം കാക്കാൻ വേണ്ടിയിട്ട് നീ ആ കുറ്റം ഒറ്റക്ക് അങ്ങോട്ട് ഏറ്റെടുത്തു. എടാ മോനെ, നിനക്ക് എവിടെ നിന്നാടാ ഇത്ര സഹനശക്തിയൊക്കെ കിട്ടിയത്? ഒരിക്കലും എനിക്ക് നിന്നെ പോലെ ചിന്തിക്കാനൊന്നും പറ്റില്ല, നീ വലിയ മനുഷ്യനാടാ എന്നൊക്കെ ബാലൻ പറയാണ്. എന്നിട്ടിങ്ങനെ കെട്ടിപ്പിടിക്കുമ്പോൾ ആരും കെട്ടിപ്പിടിക്കുന്നുണ്ട്. ബാലനോട് പറയണം, അച്ഛാ ഇതൊന്നും വലിയ കാര്യമല്ല എന്ന് പറയുമ്പോൾ, എടാ നിനക്കത് വലിയ കാര്യമല്ല, പക്ഷേ എനിക്കിത് കേൾക്കുമ്പോൾ എനിക്കിത് വലിയ കാര്യം തന്നെയാണ് എന്നൊക്കെ പറയണം. അപ്പോൾ ബാലൻ നമ്മുടെ ആര്യം പറയുന്നുണ്ട്, അച്ഛൻ വിഷമിക്കുമൊന്നും വേണ്ട, എനിക്ക് കുഴപ്പമൊന്നുമില്ല അച്ഛൻ, ഞാൻ ഈ ജീവിതം ഹാപ്പിയാണ്. അത് ശരിയാണ്, നിനക്ക് മിത്രനെ പോലത്തെ ഒരു പെൺകുട്ടി കിട്ടിയത് വളരെ നല്ല കാര്യമാണ്. അവളെപ്പോലെ തന്നെ അവൾ നല്ലൊരു പെൺകുട്ടിയാണ്, എന്തായാലും നിനക്ക് ദൈവമായിട്ട് കരുതി വെച്ച പെൺകുട്ടി തന്നെയാണ് അവൾ. പക്ഷെ അത് ഈ ഒരു രീതിയിലായിരിക്കും നിങ്ങളുടെ വിവാഹം നടന്നതെന്ന് ആലോചിക്കുമ്പോഴാണ് എനിക്കൊരു വിഷമം എന്ന് പറയുമ്പോൾ, അച്ഛൻ ആ രീതിയിലൊന്നും കാണല്ലേ, ഇത് നല്ലൊരു തീരുമാനമായിട്ടാണ് എനിക്ക് തോന്നുന്നതെന്ന് പറയുമ്പോൾ, അതെ എല്ലാം നല്ലതാണ്, പക്ഷേ എന്നോട് ചീത്തത് ഒരാൾ കാണിച്ചു, എൻ്റെ ഭാര്യ ഗോമതി, അവൾ എന്നെ ചതിച്ചു എന്ന് പറയണം. അച്ഛാ അങ്ങനെയല്ല അച്ഛാ, അങ്ങനെയാണെങ്കിൽ ഞാനും മിത്രയും മീനാക്ഷിയെടുത്തേക്ക് അച്ഛനെ ചതിച്ചില്ലേ? ഒരിക്കലുമില്ല. നിങ്ങളൊക്കെ ആ സാഹചര്യത്തിനനുസരിച്ച് അവളുടെ കൂടെ നിന്ന ആൾക്കാർ മാത്രമാണ്, ശരിക്കും തെറ്റ് ചെയ്തത് അവളാ എന്ന് പറയുമ്പോഴേക്കും അവിടേക്ക് ആകാശും അതുപോലെ തന്നെ ആനന്ദും ധർമ്മനൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ബാലൻ പറയുന്നുണ്ട്, എടാ ധർമ്മ, ആകാശി, ആനന്ദേ, എൻ്റെ ഈ മോനില്ലേ എത്ര വലിയ മനുഷ്യനാണെന്ന് അറിയാവോ? ഇവനെ പോലെ സ്നേഹിക്കാൻ കഴിയുന്ന ഒരാളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലടാ എന്ന് പറയുമ്പോൾ ആനന്ദും ആകാശം പറയണ്ട, അച്ഛൻ അത് ഇപ്പോഴാണോ മനസ്സിലാവുന്നത്? ഞങ്ങൾക്കത് മുമ്പേ അറിയായിരുന്നു. ഇവൻ ആളൊരു പാവാണ് അച്ഛൻ, മറ്റുള്ളവരെ സ്നേഹിക്കുക, ഇവനേക്കാളും കൂടുതൽ സ്നേഹിക്കുന്നത് മറ്റുള്ളവരെയാണ്. അച്ഛനെയും അമ്മേനെയും ഈ വീട്ടിലുള്ളവരൊക്കെയാണ് ഇവൻ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അത് മനസ്സിലാക്കാൻ ഈ അച്ഛൻ മാത്രം വൈകിപ്പോയടാ. ഇനി അച്ഛനെ നീ എന്ത് ശിക്ഷ വേണമെങ്കിലും വിധിച്ചോടാ ആര്യ എന്ന് പറയുമ്പോൾ ആര്യം പറയണ്ട, അച്ഛൻ എന്തൊക്കെയൊക്കെ ഇങ്ങനെ പറഞ്ഞത്? എൻ്റെ അച്ഛനല്ലേ അച്ഛൻ എന്നെ ശിക്ഷിക്കാനും എല്ലാത്തിനും അടിക്കാനും ഒക്കെ ഉള്ള അർഹതയുള്ള ആൾ തന്നെയാണ് എന്നെ ഇതാക്കിയത്. അല്ലെങ്കിൽ അച്ഛൻ്റെ സ്ഥാനത്ത് ആരാണെങ്കിലും ആ സമയത്ത് അങ്ങനെയൊക്കെയല്ലേ ചെയ്യുള്ളൂ. പിന്നെ വായ തുറന്നാൽ ഞാൻ എപ്പോഴും കുരുത്തക്കെട്ട വാക്കല്ല അച്ഛനോട് പറയുള്ളൂ, തർക്കുത്തരം പറയും. എടാ പക്ഷെ നീ ഇപ്പോൾ തർക്കുത്തരം പറഞ്ഞതൊക്കെ അതൊക്കെ എന്തിനു വേണ്ടിയായിരുന്നു എനിക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ട്. എനിക്കിപ്പോൾ പൂർണ്ണമായിട്ട് മനസ്സിലാവുന്നുണ്ട്. നിനക്ക് വേണ്ടി ഒന്നും ചെയ്തില്ലല്ലോടെ എന്ന് ആലോചിച്ചിട്ടുള്ള വിഷമം മാത്രമേ എനിക്കുള്ളൂ. അപ്പോൾ ആനന്ദം ആകാശം വേണ്ട, അച്ഛൻ ഇങ്ങനെ വിഷമിക്കല്ല, അച്ഛൻ ഇപ്പോഴെങ്കിലും ഇവനെ മനസ്സിലാക്കിയല്ലോ, അതിൻ്റെ സന്തോഷമുണ്ട് ഞങ്ങൾക്കെന്ന് പറയണം. അപ്പോൾ ധർമ്മം പറയണ്ട്, അതെ അളിയ, ചേച്ചി അവിടെ വിഷമിച്ചിരിക്കുകയാണ്. ഓ, നിൻ്റെ ചേച്ചി വിഷമിക്കുന്നില്ലാണ് നിനക്ക് വിഷമമല്ലേ? വരാം, അവളുടെ വിഷമമൊക്കെ ഞാൻ മാറ്റി
മാറ്റി കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് ഹോളിലേക്ക് വരുവാണ്. ആ സമയത്ത് മിത്ര പറയുന്നുണ്ട് കേട്ടോ എല്ലാവരോടും, ഞാൻ സത്യങ്ങളൊക്കെ അങ്കിളിനോട് പറഞ്ഞു എന്ന് മിത്ര പറയുന്നുണ്ട്. അപ്പോൾ ഗോമതി ആകെ ടെൻഷൻ അടിച്ചിട്ട് ഇങ്ങനെ ഉണ്ടക്കണ്ണു ഇങ്ങനെ തറപ്പിച്ച് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടേക്ക് ബാലൻ വരുന്നത്. ബാലൻ നമ്മുടെ ഗോമതിനെ നോക്കുമ്പോൾ തന്നെ കൊടു ഗോമതി കൈ എന്ന് പറയാണ്. ഗോമതി പെട്ടെന്ന് ബാലൻ്റെ കാലിൽ വീണ് പൊട്ടിക്കരയാട്ടോ. ക്ഷമിക്കണം ബാലേട്ട, തെറ്റു പറ്റിപ്പോയി ബാലേട്ട, ക്ഷമിക്കണം എന്ന് പറഞ്ഞിട്ട് കരയുമ്പോഴേക്കും ഗോമതി എഴുന്നേക്ക്, എനിക്കിഷ്ടമല്ല കാലിൽ വീണത്, എനിക്ക് ഇഷ്ടമല്ലെന്ന് നിനക്കറിയാലോ, എഴുന്നേക്ക് ഗോമതി എന്ന് പറയണം. ബാലേട്ട ക്ഷമിക്കണം ബാലേട്ട, എഴുന്നേക്കടി എന്ന് പറയാണ്. അപ്പോഴേക്കും ഗോമതി വേഗം എഴുന്നേക്കാണ്. അപ്പം ദേവിയും അതുപോലെ തന്നെ മീനാക്ഷിയും കൂടി ഗോമതിനെ പിടിക്കുന്നുണ്ട്. നീ എന്താണ് വിചാരിച്ചത്, നിന്നോട് ഞാൻ ക്ഷമിക്കുമെന്നോ? നിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആര്യനോടും മിത്രയോടും മീനാക്ഷിയോടൊക്കെ ഞാൻ ക്ഷമിക്കും, പക്ഷെ അവരൊക്കെ നീ പറഞ്ഞതനുസരിച്ച് നിന്നെന്ന് മാത്രമേ ഉള്ളൂ. മിത്ര നല്ലൊരു പെൺകുട്ടിയാണ്, ആര്യനെ യോജിച്ച പെൺകുട്ടിയാണ്, നല്ല ജീവിതം തന്നെയാണ് അവരുടെ. പക്ഷെ നീ എന്നോട് കളവ് കാണിച്ചു. ഞാൻ ഇത്രയും വർഷം നിനക്ക് വേണ്ടിയിട്ടല്ല ഗോമതി ജീവിച്ചത്. ഗോമതി എന്ന് മാത്രമല്ലേ ഞാൻ ഉറങ്ങുമ്പോഴും എഴുന്നേൽക്കുമ്പോഴൊക്കെ ഏത് നേരവും പറഞ്ഞുകൊണ്ടിരുന്നത്. നിന്നെയല്ല ഗോമതി ഈ ലോകത്തിനെ മറ്റാരെക്കാളും സ്നേഹിച്ചത്. അത് നിനക്ക് നന്നായിട്ട് അറിയാം. നിൻ്റെ അടുത്ത് ഞാൻ എന്തെങ്കിലും നോട്ടം കൊണ്ട് പോലും നിന്നോട് കളവോ ചതിയോ ഞാൻ കാണിച്ചിട്ടുണ്ടോ? നീ അറിയാത്ത എന്തെങ്കിലും കാര്യം എൻ്റെ ജീവിതത്തിലുണ്ടോ എന്നൊക്കെ ചോദിക്കണം ബാലേട്ട. ആ സമയത്ത് എനിക്ക് അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി, ഒന്നും പറയണ്ടെന്ന് പറയേണ്ടപ്പോൾ ആനന്ദ് പറയുന്നുണ്ട്, അച്ഛാ പോട്ടെ അച്ഛാ എന്ന് പറയുമ്പോൾ, എന്ത് പോട്ടെ നടന്ന് നീ പറയണത്? നിനക്ക് നാളൊരു മോനുണ്ടാകും, ആ മോൻ്റെ വിവാഹം നിൻ്റെ ഭാര്യ നിന്നെ അറിയിക്കാതെ നടത്തിയാൽ നിൻ്റെ അവസ്ഥ എന്തായിരിക്കും? നീ ക്ഷമിച്ചു കൊടുക്കുമോ എന്ന് ചോദിക്കുമ്പോൾ ആനന്ദൊന്നും മിണ്ടുന്നില്ല. ബാലൻ പറഞ്ഞ എല്ലാം എനിക്ക് നേരത്തെ മനസ്സിലായ കാര്യമാണ്. മിഥുനെ ദൈവമായിട്ട് എൻ്റെ കൺമുമ്പിൽ എത്തിച്ചാണ്. അവനെ ഞാനിവിടെ കൊണ്ടുവന്നല്ലോ. സത്യം പറഞ്ഞാൽ എനിക്കറിയായിരുന്നു അവൻ അസുഖങ്ങളൊന്നും ഇല്ല, അവൻ തളർന്നു കിടക്കുന്ന ആളൊന്നും അല്ല, അവനൊരു കുഴപ്പമില്ലെന്ന് പറയുമ്പോഴേക്കും ആകാശം, അവനൊരു കുഴപ്പമില്ലേ? ആകാശം വേണ്ട അച്ഛാ, അവനെ മിത്രടുത്തും ആര്യൻ്റെ അടുത്തും മാത്രമല്ല തെറ്റ് ചെയ്തത്, എൻ്റെ അടുത്തും മീനാക്ഷിയുടെ അടുത്തും ചെയ്തിട്ടുണ്ട്. എല്ലാത്തിനും അവന് ശിക്ഷ ഉറപ്പാടാ. ഇപ്പോൾ പോലീസുകാർ വരും അവനെ കൊണ്ടുപോകാനായിട്ട്. പക്ഷെ അതിന് മുമ്പ് ഇവിടെ ഒരാൾക്ക് എനിക്ക് ശിക്ഷ വിധിക്കണം, ഗോമതിക്ക് എന്ന് പറയാണ്. അപ്പോൾ ഗോമതി ആകെ ഷോക്കാവണം. മതി എന്ന് പറയണം ബാലനോട്. എന്ത് മതി എന്നാണ് ഗോമതി പറയണത്? തെറ്റ് ചെയ്തിട്ട് ഒരു ന്യായീകരിക്കുവാണോ നീ? അപ്പോൾ ദേവി പറയുന്നുണ്ട്, ബാലച്ച പോട്ടെ ബാലച്ച, വീട് ബാലച്ച എന്ന് പറയണേ. ഇതിലാരും ഇടപെടണ്ട, ഇത് ഞാനും എൻ്റെ ഭാര്യയും തമ്മിലുള്ള പ്രശ്നമാണ്, വേറെ ആരും ഇടപെടണ്ട. അപ്പോൾ ആര്യം വേണ്ട അച്ഛാ, പോട്ടെ അച്ഛാ, ഇപ്പം ഞാനും ഇത്രയൊക്കെ സന്തോഷത്തോടെ ജീവിക്കുന്നില്ല അച്ഛാ. ആര്യ പ്ലീസ് നീ മിണ്ടരുത്, ആരും മിണ്ടരുത്. ഞാൻ ഗോമതി അടുത്ത് മാത്രമാണ് സംസാരിക്കുന്നത്, വേറെ ആരും ഇതിൽ ഇടപെടരുത്. കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്നവർ മാത്രം ഇവിടെ നിന്നാൽ മതി, എല്ലാത്തവർക്കും പോകാം എന്ന് പറയണം. അപ്പം എല്ലാവരോടും തന്നെ നിൽക്കുന്നുണ്ട്. ഗോമതി അടുത്ത് പറയേണ്ട, ഗോമതി ഇത് ഞാൻ ഒരിക്കലും ക്ഷമിക്കില്ല. എൻ്റെ മോൻ്റെ വിവാഹം നീ എന്നോട് പറയാണ്ട് നടത്തി, എന്നിട്ട് ഇത്ര നാൾ അവരുടെ വിവാഹം കഴിഞ്ഞിട്ട് ഇപ്പോൾ 1 വർഷം ആവാനായി. ഇത്രയും നാൾ എത്രമാത്രം നീ മനസ്സിൽ ഇത്രയും വെച്ചുകൊണ്ടിരിക്കാൻ നിനക്ക് പറ്റി ഗോമതി? ഇതുപോലെ എത്ര കള്ളത്തരങ്ങൾ നീ മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നിട്ടുണ്ട് ഗോമതി? എന്തായാലും നിന്നോട് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, പൊയ്ക്കോ, എനിക്ക് നിന്നെ ഇനി ഇവിടെ കാണണ്ടെന്ന് പറയാണ്. ഓഹോ, അപ്പം എന്നോട് ഒന്ന് പോകണമെന്നാണ് ബാലേട്ടൻ പറയണത്? അതെ, നീ ഇവിടെ നിന്ന് പൊയ്ക്കോ എന്ന് പറയാണ്. ശരി ബാലേട്ടൻ, ഞാൻ പോകുകയാണെന്ന് പറഞ്ഞിട്ട് കൈ വീശി ഗോമതി ഇറങ്ങും കേട്ടോ. ബാലൻ പറയും, അതെ കൈ വീശി ഇറങ്ങണം, എന്താണ് നിൻ്റെ സാധനങ്ങളൊന്നും നിനക്ക് വേണ്ടേ എന്ന് പറഞ്ഞിട്ട് സാരിയും ഗോമതിയുടെ സാധനങ്ങളൊക്കെ എടുത്ത് ഗോമതിയുടെ തല വഴി എറിഞ്ഞു കൊടുക്കുകയാണ്. ഗോമതി അവിടെ നിന്ന് വിഷമിച്ച് അപ്പുറത്തേക്ക് അങ്ങോട്ട് സ്വന്തം വീട്ടിലേക്ക് പോവാട്ടോ. അങ്ങനെ ബാലനാകെ ടെൻഷനാണ്, ആ ബാലനാകെ വിഷമിക്കുന്നുണ്ട്. ആ വീട്ടിലെല്ലാവരും വിഷമത്തിലാണ്. പക്ഷേ ബാലിൻ്റെ വിഷമം വേറൊന്നല്ല, ഗോമതിനെക്കുറിച്ച് ആലോചിച്ചിട്ടൊന്നല്ല, ആര്യനെക്കുറിച്ച് ആലോചിച്ചിട്ടാണ്. പാവം, അവന് വേണ്ടി ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, ഈ ജീവിതത്തിൽ അവന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല, തൻ്റെ മക്കളിൽ ഏറ്റവും ഒന്നും ചെയ്തത് അവനെ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തനിക്ക് അവനെ വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തേ പറ്റൂ. അവൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഒരു ബൈക്കാണ്. അവന് ബൈക്കില്ല, അവനൊരു നല്ലൊരു വില കൂടിയ ബൈക്ക് മേടിച്ചു കൊടുക്കണം, എന്നിട്ട് അവൻ എന്തൊക്കെ ചെയ്യാവോ അതൊക്കെ എനിക്ക് ചെയ്തു കൊടുക്കണം, അങ്ങനത്തെ ഒരു വിചാരമുണ്ട് ബാലന്. അങ്ങനെ ബാലൻ ആര്യൻ്റെ ആഗ്രഹങ്ങൾ, അതായത് ചെറുപ്പം മുതൽ ഇപ്പം വരെയുള്ള ഒരു ആഗ്രഹങ്ങളും നടത്തി കൊടുത്തിട്ടില്ല. അപ്പോൾ അവൻ ഇപ്പം ഏറ്റവും കൂടുതൽ ആവശ്യം ഒരു ബൈക്കാണ്. അപ്പോൾ അത് മേടിക്കാൻ വേണ്ടി ബാലൻ ചെയ്യുവാട്ടോ. ബാലൻ തന്നെയായിരിക്കും ഇതിൽ ബൈക്ക് മേടിച്ചു കൊടുക്കണം. മറ്റേ തമിഴിലെ പോലെ മിത്രം മേടിച്ചു കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ബാലൻ തന്നെയായിരിക്കും അതിന് മുൻകൈ എടുക്കണം. അത് മാത്രമല്ല, ഇനി സ്നേഹം കൊണ്ട് ആര്യനെ മൂടുന്ന ബാലനെയാണ് നമ്മൾ കാണാൻ പോണത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ, ബൈ ബൈ.